Yes, good morning, dear friends. I am Shashidharan, Managing Director of IES Bank Coaching Center, കൊല്ലം. വളരെ സന്തോഷത്തോടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. വൈ ദാറ്റ് വി പ്രിഫേഴ്സ് ഹയർ സ്റ്റഡീസ് ആഫ്റ്റർ ഡിഗ്രി. ഡിഗ്രി കഴിഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ ഹയർ സ്റ്റഡീസിൻ്റെ ഇപ്പോൾ പൊതുവെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മൾ മാത്രമല്ല, നമ്മുടെ പേരൻസ് ഉണ്ട്, നമ്മളുണ്ട്, പിന്നെ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിനാണ് വലിയ റോളുള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഹയർ സ്റ്റഡീസിന് പോയി. അങ്ങനെയാണെങ്കിൽ എനിക്കും പോകണം. ഹയർ സ്റ്റഡീസ് ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹയർ സ്റ്റഡീസ് നമ്മൾ പ്ലാനിങ് ആണ്. പ്ലാനിങ് നമ്മൾ ടീച്ചിങ് ഓപ്ഷൻ, റിസർച്ച് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ്, അങ്ങനെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹയർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഹയർ സ്റ്റഡീസ് പ്രിഫർ ചെയ്യണം. അല്ലാതെ നമുക്കൊരു ജോബ്, പബ്ലിക് സെക്ടർ ജോബ് എന്നുള്ളൊരു ടാർഗറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഹയർ സ്റ്റഡീസ് എപ്പോഴും ആവാം. ഇപ്പോൾ ജോബ് കയറിയിട്ടാവാം. എല്ലാ സൗകര്യമുണ്ട്. IIT പോലും കോഴ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള PG എല്ലാം എടുക്കാം. സയൻസ് ഗ്രൂപ്പിൻ്റെ ചിലതൊക്കെ മാത്രമേ ഉള്ളൂ പറ്റാത്തത്, ബാക്കി എല്ലാം പറ്റും. ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ഒരു വിഷയമേ അല്ല. പക്ഷെ അതിന് വേണ്ടി നമ്മൾ ആഫ്റ്റർ ഡിഗ്രി വളരെ പ്രഷ്യസ് ടൈം 2 വർഷം ഒരു ജോബിന് വേണ്ടി മാത്രം എന്നുള്ള കണക്കിൽ നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ്. അത് ബുദ്ധിപരമായിട്ട് ആലോചിക്കുക. സിവിൽ സർവീസിന് പോലും നിങ്ങൾക്ക് ഡിഗ്രി മതി, അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രിപ്പറേഷൻ, ലോങ് ടൈം പ്രിപ്പറേഷനാണ് അതിന് റിക്വയർഡ് ആയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം. ആ രീതിയിലൊരു പ്രിപ്പറേഷൻ 3-4 വർഷം നടത്തിയിട്ടാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ആൾക്കാരെത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഹയർ സ്റ്റഡീസ് വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. ഹയർ സ്റ്റഡീസ് ആ ഒരു പ്ലാനിങ്ങിലായിരിക്കണം ചൂസ് ചെയ്യണം. അല്ലാതെ വെറുതെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി ഞാനും ഹയർ സ്റ്റഡീസ് വേണം എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. നമ്മളെ തന്നെ നമ്മളുടെ പ്ലാനിങ് എന്താണ്, അത് എപ്പം ഏറ്റവും ജൂനിയർ ആയിരിക്കുമ്പോൾ ഒരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. നമുക്ക് 35-40 ഇയേഴ്സ് സർവീസ് കിട്ടും. സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ 60 ഇയേഴ്സ് വരെ പറ്റും. അതാണ് പ്രത്യേകത. അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 90-ഓ 100-ഓ സെഞ്ചുറിയൻസാണ് നിങ്ങളെല്ലാം. അപ്പോൾ സെഞ്ചുറിയൻസ് ആവുന്ന ഒരു അവസരത്തിൽ ഇപ്പം നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ എബോവ് 70 ആണ്, 72 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ 90-100 ഒക്കെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര നാൾ പെൻഷൻ പറ്റും? സർവീസിനെക്കാട്ടിൽ കൂടുതൽ പെൻഷൻ. അത് ചിലപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂട്ടറി ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് പെൻഷൻ തരുന്നതാവാം. എന്തു തന്നെയായാലും നമ്മൾ ഏൺ ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ജോബ് തന്നെയാണ്. അപ്പോൾ ജോബ് കിട്ടുന്നതോടൊപ്പം നമ്മൾ വീണ്ടും ഒരു 30-40 ഇയേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ ആണ് ജോബിൻ്റെ സാലറി കൂടാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെൻഷൻകാർക്ക് മാത്രമേ ഉള്ളൂ 60 ഏജ് കഴിഞ്ഞാൽ എല്ലാ മാസവും പെൻഷൻ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാസവും പെൻഷൻ വരും. 30th എന്നുള്ള നമ്മുടെ മന്ത്ലി പെൻഷൻ സാലറി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പെൻഷൻ കഴിഞ്ഞാൽ പിന്നെയും 30th കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ഉദ്ദേശം 50%ഓളം വരുന്ന പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ലൈഫ് ലോങ് കിട്ടുക. അപ്പോൾ ഏറ്റവും വലിയ സുരക്ഷിതത്വം, സാമൂഹിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വ്യക്തിപരമായുള്ള സുരക്ഷിതത്വം കൂടാതെ ആ സമൂഹത്തിന് തന്നെ നമുക്ക് ഈ പെൻഷൻ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യുന്നു, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മളെന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം സഹായിക്കുന്നു. ഇതിനെല്ലാം സോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ കറക്റ്റ് ആയ കാലത്ത് ഏൺ ചെയ്ത സോഴ്സാണ്. ഇത് ജീവിതകാലം മൊത്തം സേഫാക്കുക. ഏറ്റവും വലിയ ഇൻഷുറൻസാണത്. അത്രയും വലിയൊരു ഇൻഷുറൻസ് വേറെ കാണുകയില്ല. എല്ലാവരും ആ രീതിയിൽ ചിന്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോബ്, സെൽഫായിട്ടൊരു ജോബ്, അതായിരിക്കണം എല്ലാവരുടെയും മോട്ടീവ്. ഡിഗ്രി കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിഗ്രി ഡെഫിനറ്റ്ലി ദാറ്റ് യു ഹാവ് ടു ഏൺ ദാറ്റ് ലെവൽ, യു ഹാവ് ടു റീച്ച് ദാറ്റ് ലെവൽ. ഇവിടെ IES നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കോമ്പറ്റീവ് എക്സാംസും എഴുതാം. അതിന് ഓവറോൾ എബിലിറ്റി യു ക്യാൻ അച്ചീവ് ഫ്രം ഹിയർ. അതാണ് പ്രത്യേകത. നിങ്ങൾക്ക് ഏത് ജോബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിനകത്ത് പ്രിഫർ ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഒരു ഓവറോൾ എബിലിറ്റി അക്വയർ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ IES തന്നെയാണ്. നിങ്ങളിവിടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു തരാം. ഒരു 1 ഇയർ ഡെഡിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ 1.5 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്യൂട്ടബിളായിട്ടുള്ള പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.